ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ ബാങ്കിങ് ചാനൽ. എന്തുകൊണ്ടൊരു ബാങ്ക് ജോബ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബാങ്കിന്റെ ജോബിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ജോബിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പോൾ ബാങ്കിന്റെ ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം? അതുപോലെ തന്നെ പ്രിപ്പറേഷന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വരുന്ന എക്സാമുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റണം അല്ലെ? അപ്പൊ ബാങ്ക് എക്സാംസിൽ എത്ര നാളുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ഒരു ബാങ്ക് ജോബ് എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും? എങ്ങനെയൊക്കെയാണ്, എന്തെല്ലാം എക്സാംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ആർക്കൊക്കെ ബാങ്ക് എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റും? എത്രമാത്രം സെക്യൂരിറ്റി ആണ് ബാങ്ക് ജോബിനുള്ളത്? അങ്ങനെ ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സാലറി റേഞ്ചുകളും ഓരോ ജോബിന്റെയും, അതായത് PO ക്ക് എത്ര സാലറി കിട്ടും, ക്ലർക്കിന് എത്ര സാലറി കിട്ടും, അത് തന്നെ IBPS SB ആ ഒരു വേരിയേഷനിലൊക്കെ എങ്ങനെയൊക്കെയാണ് സാലറി റേഞ്ച് വരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഒരു ബാങ്ക് എക്സാം, ബാങ്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ബാങ്ക് ജോബ് സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബാണ് അല്ലെ? സെക്യൂർ ആയിട്ടുള്ള ജോബാണ്. പെർ മന്ത് കറക്റ്റ് ആയിട്ട് സാലറി വന്ന് വീഴും. അപ്പൊ അതാണ് നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെ? പ്രൈവറ്റ് ജോബിനേക്കാളും ഒരു അംഗീകൃത ബാങ്കിൽ ഒരു ജോബ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ ആണ്, നമ്മുടെ ലൈഫ് സെക്യൂർ ആയില്ലേ? നല്ല നല്ല സാലറി റേഞ്ച് ആണ് ഏറ്റവും വലിയ ബാങ്കിനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ഒരുപാട് ഡിലേ ഇല്ലാതെ സെലക്ഷൻ ഉണ്ട് അല്ലെ? ഒന്നും രണ്ടും മൂന്നും വർഷം എടുത്തിട്ടൊന്നും അല്ല ഒരു ബാങ്കിൽ ജോലിക്ക് കയറാനായിട്ട് പറ്റുന്ന, വലിയ താമസമില്ലാത്ത സെലക്ഷൻസ് ഉണ്ട്. എക്സാം എഴുതിയ, ഇപ്പൊ പ്രിലിംസ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മെയിൻസ് എക്സാം വരും. അത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. വലിയ താമസമില്ലാതെ തന്നെ ജോലിക്ക് കയറാൻ പറ്റും. അപ്പൊ അതും ബാങ്ക് ജോബിന്റെ ഒരു പ്രത്യേകതയാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹൗ ടു പ്രിപ്പയർ ടു ഗെറ്റ് എ ബാങ്ക് ജോബ്. ഒരു ബാങ്ക് ജോബ് കിട്ടാനായിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അതിനുമുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബാങ്ക് എക്സാമിന്റെ കേസിൽ നമുക്ക് പഠിക്കാനായിട്ട് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മൂന്ന് സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിലബസ് ബേസ് നോക്കുമ്പോഴും ബാങ്ക് കുറച്ച് ഈസി ആണ്. അതായത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള മൂന്ന് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ്. അപ്പൊ GK ഒക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക്, മാക്സിമം റീസണിംഗ് ഒക്കെ പഠിക്കാനാണ് ഇഷ്ടമുള്ളത്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ബാങ്ക് എക്സാംസ് ആണ്. അപ്പൊ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ GK ഒക്കെ വാസ്റ്റ് ആയിട്ട് പഠിക്കാനൊക്കെ ഇഷ്ടമില്ല, ബാങ്ക് എക്സാംസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, അതുപോലെ ഇംഗ്ലീഷ്, ഈ മൂന്ന് സബ്ജക്റ്റ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. മാത്രമല്ല കുറച്ച് ബാങ്കിങ് അവയർനെസ് അറിഞ്ഞിരിക്കണം. ബാങ്കിങ് അവയർനെസ് നമ്മുടെ സബ്ജക്റ്റിൽ ഉള്ളതാണ്. ഓക്കെ, ഹൗ ലോങ് വിൽ ടേക്ക്? എത്ര നാൾ കൊണ്ട് നമുക്കൊരു ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും? എത്ര നാൾ കൊണ്ട് ഒരു എക്സാമിന് പ്രിപ്പറേഷൻ വേണം? കുറച്ച് പേര് പറയും 3 months സ്ട്രാറ്റജി, 4 months സ്ട്രാറ്റജി, 2 months സ്ട്രാറ്റജി, 6 months സ്ട്രാറ്റജി, അങ്ങനെ കുറെ വീഡിയോസ് അവൈലബിൾ ആണ്. പക്ഷെ ഒരു 2 months 3 months ഒക്കെ പോസിബിൾ അല്ല കേട്ടോ. 6 മാസം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ഉള്ള ഒരാൾക്ക്, അത്യാവശ്യം ബേസ് ഒക്കെ ഉള്ള ഒരാൾക്ക് ഒരു 6 to 7 months ഒക്കെ ബാങ്ക് എക്സാം അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓക്കെ, 6 to 7 months ഒക്കെ ഓക്കെ ആണ്, പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം സിലബസ് ബേസ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ്. പക്ഷേ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. 100% അത് നിങ്ങളുടെ ടൈമിന്റെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു 6 months പറ്റുള്ളൂ. ഈ ബേസ് തൊട്ടേ പഠിച്ചു തുടങ്ങേണ്ട ഒരാളാണെങ്കിൽ മാത്സിന്റെ ബേസ് മുതൽ അറിയണം, റീസണിങ് ബേസ് മുതൽ പഠിക്കണം, അതുപോലെ തന്നെ ഇംഗ്ലീഷും ബേസ് മുതൽ പഠിക്കണം. അങ്ങനെ ഓരോ സബ്ജക്റ്റും ഇൻഡിവിജ്വലി ഫ്രം ദ ബേസ് പഠിക്കുകയാണെങ്കിൽ അതിനൊരു ടൈം വേണം. നമുക്ക് കുറെ ടോപ്പിക്സ് കവർ ചെയ്യാൻ കുറച്ച് ടൈം വേണം. അതിന്റെ പ്രാക്ടീസ് സെക്ഷന് കുറച്ച് ടൈം വേണം. ഓക്കെ, ഒരു 1 year നിങ്ങൾ ടൈം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ. അതായത് 6 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാം, 7 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാം. ഒരു ജോലി കിട്ടാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ പക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1 year തന്നെ നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങളൊരു ടൈം അനുവദിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പ്രിപ്പറേഷൻ. ഫ്രം ദ ബേസ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒരു 12 months തന്നെ നിങ്ങൾക്ക് വേണം. അതായത് ഒരു 6 months പോർഷൻസ് എല്ലാം കവർ ചെയ്ത് നെക്സ്റ്റ് ഒരു 6 months വരാവുന്ന ചോദ്യങ്ങളെല്ലാം ടൈം മാനേജ്മെന്റിൽ പ്രാക്ടീസ് ചെയ്ത്, ഓക്കെ, 8 to 9 months ക്രാക്ക് ചെയ്യുന്നവരുണ്ട്, 8 months ക്രാക്ക് ചെയ്യുന്നവരുണ്ട്, 6 months ക്രാക്ക് ചെയ്യുന്നവരുണ്ട്, ക്രാക്ക് ചെയ്തിട്ടുള്ളവരുണ്ട്. 6 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ജോലിക്ക് കയറിയ ഒരുപാട് കുട്ടികളുണ്ട്. എങ്കിലും ഞാനൊരു ആവറേജ് ഒരു ഇതിൽ പറയുകയാണ്, ഒരു 1 year നിങ്ങൾ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ ആ ഇയറിൽ വരുന്ന ഒരു, ഇപ്പൊ ഈ ഒരു
ജൂണിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ജൂൺ മുതൽ അങ്ങോട്ട് എന്താണ് എക്സാമുകളാണ്. IBPS ക്ലർക്ക്, IBPS PO, IBPS RRB ക്ലർക്ക്, IBPS RRB PO, SBI ക്ലർക്ക്, SBI PO, ഇങ്ങനെ ഒരുപാട് എക്സാംസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള PYQs പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടും, മോക്ക് ടെസ്റ്റുകൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടും, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടും. അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് ആ ഒരു 1 ഇയറിൽ പക്കായിട്ട് കിട്ടും. 1 ഇയർ 12 months, 10 to 12 months മതി. 10 മുതൽ 12 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ആർക്കൊക്കെ എക്സാം എഴുതാൻ പറ്റും, അതുപോലെ തന്നെ സാലറി എന്താണ് നമുക്ക് നോക്കാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാങ്ക് ജോബിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുന്നേ ഏതൊക്കെ എക്സാം, ഒരു സിലബസ് പഠിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഒരു SBI ക്ലർക്കിലോ SBI PO മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ബാങ്ക് എക്സാം. ഒരു IBPS ഒരുപാട് ബാങ്ക് എക്സാംസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ നാഷണലൈസ്ഡ് ബാങ്ക്സിന്റെ എല്ലാം ലിസ്റ്റ് അങ്ങ് പറയാം. മെയിൻ ആയിട്ടുള്ള എക്സാംസ് സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന എക്സാമുകൾ എല്ലാം ഞാൻ പറയാണ്. മാത്രമല്ല ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇൻഷുറൻസിന്റെ എക്സാംസ് എഴുതാൻ പറ്റും. അപ്പൊ ആ എക്സാംസും എഴുതാനായിട്ട് ട്രൈ ചെയ്യണം. അതിൽ ഫസ്റ്റ് വരുന്നത് SBI PO. SBIയുടെ പ്രൊഫഷണറി ഓഫീസേഴ്സിന്റെ പോസ്റ്റ് ആണ്. ആദ്യമായിട്ട് SBI PO ആണ് ഞാൻ പറയുന്നത്. ഏറ്റവും ക്രാക്ക് ചെയ്യാൻ തന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ള എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരും SBI PO ആണ് പറയുന്നത്. അപ്പൊ ഒരു വർഷത്തിൽ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ബാങ്ക് എക്സാമിന്റെ ലിസ്റ്റ് ആണ് പറയുന്നത് SBI PO. അതുപോലെ SBI ക്ലർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് SBI ക്ലർക്ക്. PYQs ഒക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കട്ട് ഓഫ് ഒക്കെ നോക്കി അനലൈസ് നടത്തി തന്നെ പഠിക്കാം. അതുപോലെ IBPSന്റെ RRB PO ഉണ്ട്. RRB ക്ലർക്ക് ഉണ്ട്. റൂറൽ ബാങ്കിന്റെ എക്സാംസ് ആണ്. PO ഉണ്ട്. നമ്മുടെ ഗ്രാമീൺ ബാങ്ക് എന്നൊക്കെ പറയത്തില്ല, ആ സംഭവമാണ്. IBPS RRB PO, IBPS RRB ക്ലർക്ക് ഉണ്ട്. ദെൻ IBPS PO ഉണ്ട്, IBPS ക്ലർക്ക് ഉണ്ട്. IBPSൽ തന്നെ ഒരുപാട് ബാങ്കുകൾ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഫെഡറൽ PO ഉണ്ട്, ഫെഡറൽ ക്ലർക്ക് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് PO ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ക്ലർക്ക് ഉണ്ട്. അതുപോലെ കർണാടക ബാങ്ക് PO, കർണാടക ബാങ്ക് ക്ലർക്ക്. ഇതൊക്കെ നമുക്ക് കോമൺ എല്ലാവർക്കും ഒരുവിധം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബാങ്ക് എക്സാമുകളാണ്. ദെൻ ഇൻഷുറൻസിന്റെ എക്സാം ഉണ്ട്. ഇൻഷുറൻസിന്റെ ഓൾമോസ്റ്റ് 6 എക്സാംസ് ഉണ്ട് കേട്ടോ. ഇൻഷുറൻസിന്റെ തന്നെ 6 എക്സാംസ് ആണ് നമുക്കുള്ളത്. ഇൻഷുറൻസിന്റെ 6 എക്സാംസ് ആണുള്ളത്. അപ്പം ഈ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ എക്സാംസ് എല്ലാം എഴുതാൻ പറ്റും. ഇത്രയും എക്സാംസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഒറ്റ സിലബസിൽ ഇപ്പൊ SBI PO കുറച്ച് വേക്കൻസീസ്, SBI ക്ലർക്ക് കുറച്ച് വേക്കൻസീസ്, IBPS നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ ജോലി ചെയ്യണ്ടല്ലോ, ഏതെങ്കിലും ഒരു ജോലി മതിയല്ലോ. അപ്പൊ ഇത്രയും വേക്കൻസീസ് സിസ്റ്റമാറ്റിക്കലി പഠിക്കുവാണെങ്കിൽ ഇത്രയും വേക്കൻസീസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. 1 2 3 ബാങ്ക് എന്ന് അല്ല ഇതിനകത്ത് വരുന്നത്. ഇത്രയും വേക്കൻസീസ് ആണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ്. അതിൽ ഒരു ചാൻസ് മതി, ഒരു ഓപ്ഷൻ മതി നമുക്ക്, അല്ലെ? അപ്പൊ നിങ്ങൾ പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ വരുന്ന എക്സാംസ് എല്ലാം എഴുതാൻ ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ബാങ്ക് എക്സാമിന്റെ പ്രത്യേകത. നെക്സ്റ്റ് വരുന്ന എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനും പറ്റും. ഇനി ആ ഒരു എക്സാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അത് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. Who can apply for the exams? Any graduates can apply. ഡിഗ്രി പാസ്സായി അല്ലെങ്കിൽ പാസ്സാകാൻ പോകുന്ന ചില എക്സാംസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഈ ഒരു മന്തിനുള്ളിൽ കിട്ടുന്ന ഉറപ്പുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ. ചിലത് നമ്മുടെ ഡിഗ്രി ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലും വരുന്നുണ്ട്. അപ്പൊ ഗ്രാജുവേഷൻ ആണ് ആപ്ലിക്കേഷനുള്ള നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആൻഡ് സം ബാങ്ക്സ് ആർ ആസ്ക് ഫോർ 60%, 60% മാർക്ക്. ചില കേസ് വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ 60% മാർക്ക് ചോദിക്കുന്നുണ്ട്. അത് വളരെ റെയർ ആണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട തൽക്കാലം. ബാക്കിയുള്ള എല്ലാവരും ഗ്രാജുവേറ്റ് എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രം മതി. നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ എക്സാം പ്രോസസ്, എല്ലാത്തിനും ഇന്റർവ്യൂ ഉണ്ടോ? കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. എല്ലാത്തിനും ഇന്റർവ്യൂസ് ഉണ്ടോ? എല്ലാത്തിനും ഇന്റർവ്യൂ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് എക്സാം പ്രോസസ് നോക്കാം. ഫോർ PO പ്രൊഫഷണറി ഓഫീസറിന്റെ പോസ്റ്റ് ആണെങ്കിൽ പ്രിലിംസ്, ദെൻ മെയിൻസ്, ദെൻ ഇന്റർവ്യൂ, ഇങ്ങനെയായിരിക്കും എക്സാം പ്രോസസ് വരുന്നത്. ആദ്യം ഒരു പ്രിലിംസ് എക്സാം, അതിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്ക് മെയിൻസ് എക്സാം എഴുതാൻ പറ്റും. അതിന്റെ മെയിൻസ് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും സെലക്ഷൻ വരുന്നത്. അപ്പൊ സെലക്ഷൻ പ്രോസസ് IBPS അതുപോലെ SBI ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ പ്രിലിംസും മെയിൻസും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഇന്റർവ്യൂ ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണ് എക്സാം പ്രോസസ് വരുന്നത്. ഇനി എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ
പ്രിലിംസ് ആണ് എക്സാം എങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, QA ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്. QA, റീസണിങ്, ഇംഗ്ലീഷ്, ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. QA, റീസണിങ്, ഇംഗ്ലീഷ്. അതുപോലെ തന്നെ മെയിൻസ് എക്സാം ആണെങ്കിൽ വരുന്നില്ലെങ്കിൽ QA, റീസണിങ്, ഇംഗ്ലീഷ്, പിന്നെ ജനറൽ അവയർനെസ് കൂടെ ഉണ്ട്. അപ്പൊ പ്രിലിംസ് പാസ്സാവാൻ നിങ്ങൾക്ക് 3 സബ്ജക്ട്സ് മതിയാവും, QA, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്. മാത്രമല്ല മെയിൻസ് വരുമ്പോൾ ഈ 3 ഉണ്ട്, കൂടാതെ ജനറൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ്, അങ്ങനെയുള്ള ടോപ്പിക്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് മെയിൻസിന്റെ എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ എക്സാം പ്രോസസ് മനസ്സിലായല്ലോ, എക്സാം പാറ്റേൺ മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ, സിലബസ് ബേസ്ഡ് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പാറ്റേൺ മനസ്സിലാക്കി PYQs മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ജോബ് കിട്ടുന്നത്. ഏറ്റവും വലിയ ഇപ്പൊ QA അല്ലെങ്കിൽ റീസണിങ്, ഈ 2 സബ്ജക്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഏത് സബ്ജക്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടുക, ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടുക. അപ്പൊ നിങ്ങൾ കൂടുതൽ ആ ചാപ്റ്ററുമായിട്ടും ആ ക്വസ്റ്റ്യൻസുമായിട്ടും കൂടുതൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും നിങ്ങൾ ഫാസ്റ്റ്. അതാണ് ഞാൻ ടൈം 6 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാം, 8 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോഴും നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു പോസിബിലിറ്റി കൂടുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ 1 ഇയർ നിങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് പറയുന്നത്. ഇപ്പൊ ദാണ്ടെ ഈ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ജനുവരിയിലാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത്. ഫെബ്രുവരി തൊട്ട് അങ്ങോട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ജൂൺ മുതൽ അങ്ങോട്ട് വരുവാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് വരുന്ന എക്സാംസിൽ, ആദ്യം വരുന്ന എക്സാംസ് ഒരു പ്രാക്ടീസ് ആയിട്ട് എടുത്തിട്ട് നെക്സ്റ്റ് വരുന്ന എക്സാമുകളെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ പോകാനായിട്ട് പറ്റും. അപ്പൊ അതിന് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഡെയിലി ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാനായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, സിലബസ് ബേസ്ഡ്, എക്സാം ബേസ്ഡ്, PYQ ബേസ്ഡ് പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാങ്ക് ജോലി മിക്കുള്ളവരും സെലക്ട് ചെയ്തതിന്റെ മെയിൻ റീസൺ, അതായത് കുറച്ചു പേർക്ക് ജോബ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ഉറപ്പായിട്ടും ആ ജോലി ഇഷ്ടപ്പെട്ട് ആ ജോലി ചെയ്ത ഒരുപാട് പേരുണ്ട്. ബാങ്കിൽ ഒരു ജോലി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് പിന്നിൽ ആ ഒരു എന്താ പറയാ, സാലറി റേഞ്ച് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി തന്നെയാണ് ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 94,000 സംതിങ് ആണ് നെറ്റ് സാലറി വരുന്നത് SBI PO. അതുപോലെ 44,000 SBI ക്ലർക്ക് വരുന്നുണ്ട്, 57,000 വരുന്നുണ്ട് IBPS PO, അതുപോലെ 32,000 IBPS ക്ലർക്ക് വരുന്നുണ്ട്, 71,000 RBPO വരുന്നുണ്ട്, 37,000 RRB ക്ലർക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല ഒരു സാലറി റേഞ്ച് ആണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും എയിം ചെയ്യുന്നത് നന്നായിട്ട് ആഗ്രഹിക്കുക, ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ, ഏറ്റവും നല്ലതായിട്ട് ടൈം കൺസ്യൂം ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ഇനി വരണം, നമ്മൾ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ആ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയാണ് ബാങ്ക് ജോബിനെ പറ്റി പറയാനുള്ളത്. ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യേണ്ട മെത്തേഡ്സും ഓരോ പിന്നെ നമ്മുടെ SBI ക്ലർക്ക് എങ്ങനെയാ, SBI PO എങ്ങനെയാ, IBPS ക്ലർക്ക് എങ്ങനെയാ, IBPS PO എങ്ങനെയാ, അതിന്റെ സ്ട്രാറ്റജീസും എല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ.